ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൈറോയ്ഡ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. പ്രത്യേകിച്ച് അവർ പറയാറുള്ളത്, ഡോക്ടറെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ക്ഷീണമാണ് അനുഭവപ്പെടുക, ഒരു എനർജിയും തോന്നാറില്ല, ഒരു അലസതയാണ്, മടിയാണ്, ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് വരെ പോവാറുണ്ടെന്ന് പല ആളുകളും പറയാറുണ്ട്. ഇത്തരം ആളുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ, അവർക്ക് മൂഡ് സ്വിങ്സും വളരെയധികം കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് പെട്ടെന്ന് ഇമോഷണലി സ്റ്റേബിൾ ഇല്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെ ഇമോഷണലി ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മെൻസസിൻ്റെ പാറ്റേണിൽ, പ്രത്യേകിച്ച് വളരെയധികം ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലായിരിക്കും മെൻസസ് വരുന്നുണ്ടാവുക. കറക്റ്റ് സമയത്ത് വരുന്നില്ല, ഒരുപാട് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ തീരെ വരാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ പറയാറുണ്ട്. പല ആളുകളും തൈറോയിഡിന് ഒരുപാട് കാലമായിട്ട് മരുന്നുകൾ എടുക്കുന്നുണ്ടാവും. സ്ഥിരമായിട്ട് രാവിലെ വെറും വയറ്റിൽ സ്ഥിരം മരുന്നുകൾ എടുത്ത് വരുന്ന ആളുകളായിരിക്കും. പക്ഷെ അവരുടെ ലക്ഷണങ്ങളിൽ യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല. അസുഖം നോക്കുമ്പോൾ, അല്ലെങ്കിൽ TSH നോക്കുമ്പോഴൊക്കെ നോർമലായിട്ട് കണ്ടുവരും, ബ്ലഡ് ടെസ്റ്റിലൊക്കെ നോർമലായിരിക്കും. പക്ഷെ അവരുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും വന്നിട്ടുണ്ടാവില്ല. അപ്പം അത്തരം അവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ തൈറോയ്ഡ് രോഗം വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ അതിൻ്റെ മൂല കാരണം കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തൈറോയ്ഡ് രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്, ഡോക്ടറെ നമുക്ക് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ തൈറോയ്ഡിൻ്റെ പ്രവർത്തനം നോർമലാക്കി കൊണ്ട് നടക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കാലാകാലം ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരുമോ, അത് പൂർണ്ണമായിട്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തൈറോയ്ഡ് രോഗം കണ്ടെത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ TSHൻ്റെ ലെവൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഏത് ടൈപ്പ് തൈറോയ്ഡാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ ചില ആളുകൾ anti-TPO ചെയ്തിട്ടുണ്ടാവും. ആ anti-TPO ടെസ്റ്റിൻ്റെ ലെവലും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. തൈറോയ്ഡ് രോഗം നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്, പല ടൈപ്പ് തൈറോയ്ഡ് രോഗങ്ങളുണ്ട്. തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന അവസ്ഥയുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. തൈറോയ്ഡിൻ്റെ പ്രവർത്തനം കൂടി വരുന്ന അവസ്ഥയുണ്ട്, അത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അപ്പോൾ ഈ ഒരു രണ്ട് അവസ്ഥകളിലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്ന് ഹൈപ്പോ തൈറോയിഡിസം കേസുകളാണ്. അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്ന കേസുകളാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ OPയിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നത്. അതിൽ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ കാരണം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചത് കാരണം വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് രോഗവും ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും, ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കേസുകൾക്ക്, അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്ന കേസുകളിൽ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ നമ്മൾ ഈ ഒരു തൈറോയ്ഡ് രോഗം പൂർണ്ണമായിട്ട് മാറാൻ, അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാൻ, അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം കുറക്കാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 ടിപ്സ് അല്ലെങ്കിൽ 3 വഴികളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ തൈറോയ്ഡ് രോഗം വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു പനി വരുന്ന പോലെയല്ല, ഒരു പനി വന്ന് നമ്മൾ മരുന്ന് കഴിച്ചത് പോവും, അതുപോലെയല്ല തൈറോയ്ഡ് രോഗം വരുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് കാരണം, പ്രത്യേകിച്ച് നമ്മൾ ജനറ്റിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിലുള്ള നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് ടോക്സിൻസ് അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഒക്കെ എക്സ്പോഷർ കാരണം ഒരുപാട് മാറ്റങ്ങൾ ശരീരത്തിൽ വന്നിട്ടുണ്ടാകാം. ഇതിൻ്റെയൊക്കെ ഒരു മിക്സപ്പ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും തൈറോയ്ഡ് രോഗം ശരീരത്തിൽ വന്ന് തുടങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു പുറമേ നിന്നുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൂടെ ആവാം. നമ്മൾ അധികം കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അധികം പ്രോസസ്സ് ചെയ്തിരുന്ന ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അതൊക്കെ ഒരുപാട് നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കും, അതുവഴി ഇത്തരത്തിലുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ യാതൊരു വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് തൈറോയ്ഡ് രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ്, ലെഡ്, മെർക്കുറി പോലെയുള്ള ഒരുപാട് കെമിക്കൽസിൻ്റെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാലും നമുക്ക് തൈറോയ്ഡ് രോഗം വരാം. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ്, നമുക്കിപ്പോൾ എല്ലാവരും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്.
മെൻ്റലി ആൻഡ് ഫിസിക്കലി വർക്ക് ലോഡ് കാരണം നമുക്ക് ഈ ഒരു സ്ട്രെസ്സ് കൂടുതലാണ് എല്ലാവർക്കും. അത് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് തൈറോയ്ഡ് രോഗികളെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാർ, അതായത് നമ്മളെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളിൽ ഒരുപാട് ഇൻഫെക്ഷൻസ്, നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾക്കും ഈ ഒരു ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ വന്നത് കാരണം ഈ ഒരു തൈറോയ്ഡ് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് രോഗം വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി തൈറോയ്ഡ് രോഗം പൂർണ്ണമായിട്ടും മാറാൻ സഹായിക്കുന്ന ഒരു 3 വഴികൾ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു പുനർനിർമ്മാണം നടത്തുക എന്നൊക്കെ പറയും, റിജുവനേഷൻ എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിൽ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഡാമേജ് ചെയ്യിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രവർത്തനം കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ, നമ്മളിന്ന് എല്ലാം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. അത് പൂർണ്ണമായിട്ട് ഇത്തരം രോഗികൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ചപ്പാത്തി, ഗോതമ്പൊക്കെ അതിൽ പെടുന്നതാണ്. പണ്ടൊക്കെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ അത് സ്ഥിരമായിട്ട് കഴിച്ചു വന്നിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ടെക്നിക്സിലൂടെ അതിൽ ഒരുപാട് ജനിതക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കാരണം ഇത്തരം തൈറോയ്ഡ് രോഗികൾക്ക് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സുകൾ, പാലുൽപ്പന്നങ്ങളും ഇന്ന് ഒരുപാട് ജനിതക മാറ്റങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ തൈറോയ്ഡ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ഒരു ഡയറി പ്രൊഡക്ട്സുകളും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ സോയ പ്രൊഡക്ട്സുകൾ, സോയാബീൻ അല്ലെങ്കിൽ സോയാ സോസുകൾ, ചൈനീസ് ഐറ്റംസ് ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, അധികം മധുരം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഇത്തരം ആളുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള, ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആൽക്കഹോള് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഇത്തരം ഈ രോഗികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. സ്മോക്കിങ്ങിൻ്റെ ഹാബിറ്റ് ഉള്ളവരും അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത്തരം ഈ ഒരു ലിസ്റ്റിൽ പെട്ട ഭക്ഷണങ്ങൾ ഈ രോഗികൾ നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കണം. ഇനി നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊന്ന് പുനർനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങളാണ് സിങ്ക്, സെലീനിയം, മാഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇവയൊക്കെ ഈ ഒരു മിനറൽസൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ലവണങ്ങളൊക്കെ നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. സെലീനിയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നട്ട്സുകളിലാണ് ഒരുപാടുള്ളത്. നട്ട്സുകൾ എന്ന് പറയുമ്പോൾ ബ്രസീൽ നട്ട്സിലൊക്കെ അല്ലെങ്കിൽ ആൽമണ്ട്, നമ്മൾ ബദാമിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നട്ട്സുകൾ ഒരു പാകത്തിന് ഡെയിലി കഴിച്ചു പോകുന്നത് ഇത്തരം രോഗികൾക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇലക്കറികൾ, ചീര, അതുപോലെ നട്ട്സുകൾ, അതുപോലെ തന്നെ ചില വിത്തുകൾ, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് പോലെയുള്ള വിത്തുകളിലും ഈ മഗ്നീഷ്യം കൂടുതലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക. ലിവർ, നമ്മൾ ചില ബീഫിൻ്റെയോ അല്ലെങ്കിൽ ചിക്കൻ്റെയൊക്കെ ലിവർ, ഓർഗൻ മീറ്റ്സുകൾ കഴിക്കുക. മുട്ട കഴിക്കുക. അതുപോലെ തന്നെ ചില ഇലക്കറികളും ധാരാളം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നട്ട്സുകൾ ഉൾപ്പെടുത്തുക. അത്തരം ഭക്ഷണങ്ങളൊക്കെ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് സിങ്കും സെലീനിയം, മഗ്നീഷ്യം ഒക്കെ ധാരാളമായിട്ട് ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇറച്ചി ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ കഴിക്കുക. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്ഷണങ്ങൾ കിട്ടില്ല. അതിന് പകരം നമുക്ക് അവർക്ക് പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, കടല കഴിക്കാം, ബീൻസ് കഴിക്കാം. അത്തരത്തിൽ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ ഇവർ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്ന്, ഈ ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് പുനർനിർമ്മാണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന, ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞളിൽ കുർക്കുമിൻ എന്നുള്ള കണ്ടന്റ് ഉണ്ട്. അത് ഇൻഫ്ലമേഷൻ കുറക്കുന്ന ഒന്നാണ്.
ഇഞ്ചി വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫാറ്റി ഫിഷുകൾ, പ്രത്യേകിച്ച് അയില, മത്തി പോലെയുള്ള മീനുകൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് അതിന് പകരം, ഫിഷിന് പകരം നമുക്ക് സീഡുകൾ, പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ് പോലെയുള്ള omega-3 കണ്ടന്റ് അധികമായിട്ട് വരുന്ന സീഡുകൾ ഉപയോഗിക്കാം. അതുപോലെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ നട്ട്സുകൾ, അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ തേങ്ങ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഹെൽത്തി ഫാറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾ ഉപയോഗിക്കാം. ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറക്കും. അതുവഴി തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൂന്നാമത്തെ ഒരു ടിപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് തൈറോയിഡിൻ്റെ ടോക്സിസിറ്റി കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. തൈറോയിഡിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കെമിക്കൽസ് നമുക്ക് എക്സ്പോഷർ വരുന്നുണ്ട്. ലെഡ് ആയിക്കോട്ടെ, മെർക്കുറി ആയിക്കോട്ടെ, ഒരുപാട് കെമിക്കൽസിൻ്റെ എക്സ്പോഷർ നമുക്ക് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന പാത്രങ്ങളിലൂടെ ആവാം. ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും ഒരുപാട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറയാനും അത് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോക്സിസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇലക്കറികൾ തന്നെയാണ്. ഇലക്കറികൾ ധാരാളം കഴിക്കുക. അതിൽ നമുക്ക് മറ്റ് പച്ചക്കറികൾ, പ്രത്യേകിച്ച് ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ പെടുന്ന ബ്രൊക്കോളി, കോളിഫ്ലവറും നമുക്ക് വേവിച്ച് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പണ്ടത്തൊക്കെ സ്റ്റഡികളിൽ പറഞ്ഞിരുന്നത് ഈ ബ്രൊക്കോളി, കോളിഫ്ലവർ ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നാണ്. പക്ഷെ അത് കഴിച്ചത് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ കുറയില്ല. അത് കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോക്സിസിറ്റി റിമൂവ് ചെയ്യാനും തൈറോയ്ഡ് പ്രവർത്തനങ്ങൾ നേരെയാക്കാനും അത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ ക്ലിയർ ആക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സുകൾ അല്ലെങ്കിൽ പ്രീബയോട്ടിക്സുകൾ സ്ഥിരമായിട്ട് കഴിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യോഗേർട്ടാണ്. അധികം പുളിയില്ലാത്ത നമുക്ക് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന യോഗേർട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ് ഫെർമെൻറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ. ഇത്തരം ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഒരു 3 സ്റ്റെപ്സാണ് നിങ്ങൾ കൃത്യമായിട്ട് തൈറോയ്ഡ് രോഗം പൂർണ്ണമായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ 3 സ്റ്റെപ്സ് നിങ്ങളിന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതോടൊപ്പം സ്മോക്കിങ്, ആൽക്കഹോളിൻ്റെ ഒക്കെ ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ദിവസം ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി ഇന്ന് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം സ്ട്രെസ്സ് കൂടുതലുള്ള ജോലികളാണ് ഒരുപാട് ആൾക്കാർ ചെയ്തു വരുന്നത്. സ്ട്രെസ്സ് കുറക്കാൻ, മെൻ്റലി ആൻഡ് ഫിസിക്കലി സ്ട്രെസ്സ് കുറക്കാൻ നടത്തം പതിവാക്കുക, അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വർക്കൗട്ടുകൾ, സ്വിമ്മിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിക്കോട്ടെ, മൈൻഡ് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരുപാട് എക്സസൈസുകളുണ്ട്. അതൊക്കെ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്ട്രെസ് ലെവൽ കുറയ്ക്കുക. അതോടൊപ്പം സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടുക, അതായത് നമ്മൾ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ തൈറോയ്ഡ് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം കിട്ടുള്ളൂ. കാരണം ഒരുപാട് ആളുകളിൽ നിന്ന് കണ്ടുവരുന്നത് വർഷങ്ങളായിട്ട് തൈറോയ്ഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അവർക്ക് യാതൊരു ശാരീരികമായിട്ട് യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും കിട്ടുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നോർമൽ ആയിരിക്കും, പക്ഷേ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു 3 സ്റ്റെപ്സ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക. കാരണം അതിൻ്റെ റൂട്ട് കോസ്, അതായത് മൂല കാരണം കണ്ടെത്തി അതിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും തൈറോയ്ഡ് രോഗം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പല ആളുകളിലും നമ്മൾ TSH ഒക്കെ നോർമൽ ആയിരിക്കും, TPO എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് പലപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകൾക്കും ഈ ഒരു 3 വഴികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. TPO ലെവലും നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതുവഴി മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാം. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ച് ഒരു ഇടവേളകൾക്ക് ശേഷം തന്നെ നമുക്ക് മരുന്നിൻ്റെ ഡോസ് കുറക്കാനും പിന്നീട് മരുന്ന് നിർത്താനും ഇത്തരം രോഗികളിൽ സാധിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകൾക്ക് നമ്മൾ തൈറോയ്ഡ് രോഗികൾക്ക് ഒരുപാട് ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു വരുന്നുണ്ട്. കൃത്യമായിട്ട് അവരുടെ റിപ്പോർട്ട്സുകൾ നോക്കി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോണിലൂടെ പരിശോധിച്ച് ഓൺലൈൻ കൺസൾട്ടേഷനും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാം, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.